നമസ്കാരം. പാർലമെൻറ്റിൻ്റെ സമ്മേളനം നടക്കുകയാണ്, ബജറ്റ് സമ്മേളനം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നു. ഇനി മുതൽ ബഡ്ജറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യപരിപാടികളിലേക്ക് പാർലമെൻറ്റ് കടക്കുകയാണ്. ഇതിൽ ഈ സമ്മേളനം ആരംഭിക്കുന്നത് തന്നെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ്. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം, അത് ഇരുസഭകളിലും ആ പ്രമേയത്തിന്മേൽ ചർച്ച നടക്കുകയാണ്. ലോക്സഭയിൽ നമുക്കറിയാം ശബ്ദായമാനമായ രംഗങ്ങളാണ് ഇന്ന് ലോക്സഭയിൽ ഉണ്ടാക്കിയത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ലോക്സഭയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. രാജ്യസഭയിലും സമാനമായ രീതിയിലല്ലെങ്കിലും മറ്റൊരു രീതിയിൽ ചില നാടകീയ രംഗങ്ങളുണ്ടായി. അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, സി സദാനന്ദൻ മാസ്റ്റർ, കേരളത്തിൽ നിന്നുള്ള നോമിനേറ്റഡ് MP ആയിട്ടുള്ള, രാജ്യസഭാ MP ആയിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർ, അദ്ദേഹമാണ് ഈ നന്ദി പ്രമേയ ചർച്ച തുടങ്ങി വയ്ക്കേണ്ടത്. അദ്ദേഹം ചർച്ച ഇന്ന് തുടങ്ങിവെച്ചു. അതുതന്നെ ഒരു വലിയ രാഷ്ട്രീയ സന്ദേശം CPIM-ന് നൽകുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നന്ദി പ്രമേയ അവതരണം. അതായത് നമുക്കറിയാം, അദ്ദേഹം 1994 CPIM പ്രവർത്തകരുടെ, CPM ഗുണ്ടകളുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയായ വ്യക്തിത്വമാണ്. അക്രമ രാഷ്ട്രീയത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് സി സദാനന്ദൻ മാസ്റ്റർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഇരു കാലുകളും അന്ന് നടന്ന ആക്രമണത്തിൽ ഛേദിക്കപ്പെട്ടു. അദ്ദേഹം അതിനുശേഷം വർഷങ്ങളോളം വയ്പ്പുകാലുമാണ്, അല്ലെങ്കിൽ കൃത്രിമക്കാലുമായിട്ടാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് എന്നും നമുക്കറിയാം. അദ്ദേഹം ഒരു മുൻ അധ്യാപകനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം രാജ്യസഭയിലേക്കുള്ള MP ആണ്. അദ്ദേഹം ഇന്ന് പ്രമേയം അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കൃത്രിമ കാലുകൾ സഭയിൽ മേശപ്പുറത്ത് വച്ചുകൊണ്ടാണ്, അതായത് ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം പ്രസംഗം അല്ലെങ്കിൽ ഈ പ്രമേയം അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃത്രിമ കാലുകൾ, അദ്ദേഹത്തിന് നേരെയുണ്ടായ ആ ആക്രമണത്തിൻ്റെ ഒരു ഓർമ്മയായി അദ്ദേഹം ആ സഭയിലുണ്ടായിരുന്നു. ഇത് CPIM-നെ വല്ലാതെ ചൊടിപ്പിച്ചു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സന്ദേശവും അതുതന്നെയായിരുന്നു. അതായത് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. പണ്ട് കാലത്തെ ആക്രമണങ്ങൾ, ജനാധിപത്യത്തിന് വേണ്ടി ഈ സഭയിൽ ഘോരം വാദിക്കുന്നവർ ചെയ്തത് ഇതാണ് എന്ന് കാണിക്കുകയായിരുന്നു സദാനന്ദൻ മാസ്റ്റർ ഇന്ന് സഭയിൽ ചെയ്തത്. അദ്ദേഹം തൻ്റെ കൃത്രിമ കാലുകൾ മേശപ്പുറത്ത് വെച്ചുകൊണ്ടാണ് രാഷ്ട്രപതിക്കുള്ള നന്ദി പ്രമേയ ചർച്ച തുടങ്ങിവെച്ചത്. ഇത് വല്ലാതെ CPM അംഗങ്ങളെ പ്രകോപിപ്പിച്ചു എന്ന് തന്നെ പറയണം. CPM അംഗങ്ങൾ ഇതിനെതിരെ വല്ലാതെ അസ്വസ്ഥരാകുന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, രാജ്യസഭാ MP, CPIM-ൻ്റെ രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് ഇതിൽ ഒരു ക്രമപ്രശ്നം ഉന്നയിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത്, ഇത്തരത്തിലുള്ള പ്രദർശനങ്ങൾ സഭയിൽ പാടുള്ളതല്ല, അത് നിയമം അനുവദിക്കുന്നില്ല എന്ന ഒരു ക്രമപ്രശ്നം അദ്ദേഹം ഉന്നയിച്ചു. സ്പീക്കർ കൃത്യമായി അതിലിടപെട്ട് സംസാരിക്കുകയും ചെയ്തു. അതായത് തീർച്ചയായും അത് ഇത്തരത്തിലുള്ള പ്രദർശനം അത് അനുവദിക്കുന്നില്ല, നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തത്. മാത്രമല്ല, പ്രതിപക്ഷവും ഇത്തരത്തിലുള്ള ബാനർ പ്രദർശനങ്ങളും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങളും അത്തരത്തിലുള്ള ബാനർ പ്രദർശനങ്ങൾ നടത്തുന്നുണ്ടല്ലോ, അതും ഇതിന് ബാധകമായി വരും, ഈ നിയമത്തിന് പിന്നിൽ വരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സ്പീക്കർ ചെയ്തത്. എന്തായാലും ഇന്ന് വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിൽ നൽകിയത് എന്ന് തന്നെ പറയാം. അത് അക്രമ രാഷ്ട്രീയത്തിന് എതിരായിരുന്നു. മാത്രമല്ല, ഇപ്പോഴത്തെ സർക്കാരിൻ്റെ വികസിത ഭാരതം എന്ന സങ്കല്പം, ആ സങ്കല്പത്തെ ഉറച്ചു നിന്നുകൊണ്ട് അത്തരത്തിലുള്ള ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ രാജ്യത്തിന് ആവശ്യം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു തൻ്റെ പ്രസംഗത്തിൽ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ? HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.